ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ കുറേ നേരത്തെ തന്നെ അരിയൊക്കെ മരച്ച് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും ഒട്ടുന്നൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളവും അരിപ്പൊടിയും ഒരേ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി മിക്സിയുടെ ജാറിൻ്റെ താഴ്ഭാഗത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കുറച്ച് തന്നെ മതിയാവും കേട്ടോ, കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു വെള്ളം പൊടിയുടെ അളവും കറക്റ്റാണ് കേട്ടോ. ഇനി ചില പൊടികൾക്ക് ചിലപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് സമയം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 20 അരമണിക്കൂർ തന്നെ മതിയാവും. അപ്പോൾ ഈ ഒരു പലഹാരത്തിലേക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതവിടെ ഫെർമെൻ്റായിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആയപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മുടെ പലഹാരം ചുട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആയിട്ട് തന്നെയാണ് ഫ്ലെയിം ഉള്ളത്. ഇനി നമ്മുടെ പലഹാരത്തിലെ എല്ലാ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഹോൾസ് വന്നാൽ ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ആയി കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഈസ്റ്റും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കറിയൊക്കെ കൂട്ടി ഏത് കറി വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. ചിക്കൻ കറിയോ മീൻ കറിയോ വെജിറ്റബിൾ കറി ഏത് കറി വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.